പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് നൽകിയ പേരുകളിൽ ശശി തരൂരിനെ ഒഴിവാക്കി മറ്റ് 4 പേരുകൾ നിർദ്ദേശിച്ചുവെന്ന് കേൾക്കുന്നു. ആനന്ദ് ശർമ്മ, ഗൌരവ് ഗൊഗോയ്, സയ്യിദ് നസീർ ഹുസൈൻ, രാജ ബ്രാർ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് നൽകിയതെന്ന് ജയറാം രമേശ് വ്യക്തമാക്കുകയാണ്. ശശി തരൂർ അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പിക്കായിരുന്നോ നോബൽ മാരിക്കാരൻ? സുജയ, അങ്ങനെ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കോൺഗ്രസും ശശി തരൂരും തമ്മിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത്ര നല്ല ബന്ധത്തിലല്ല പോകുന്നത്. പ്രധാനമായും പല ഘട്ടങ്ങളിലും മോദിയെ പുകഴ്ത്തുകയും സർക്കാരിനെ പുകഴ്ത്തുകയൊക്കെ ചെയ്ത് തരൂരിന് കോൺഗ്രസ് താക്കീത് നൽകുകയും ചെയ്തിരുന്നു. ഒരു വിഷുപോലും പ്രത്യേകിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിൽ കൃത്യമായി ഇടപെടാൻ അതോടൊപ്പം ബന്ധങ്ങൾ ഉള്ള ആൾ കൂടിയാണ് തരൂർ. പക്ഷേ ഇത്തരത്തിൽ ഒരു ഡെലിഗേഷനെ ലോകരാജ്യങ്ങളിലേക്ക് ഈ പെഹൽഗാം ആക്രമണം അതിനുശേഷമുണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങൾ വിവരിക്കാൻ വേണ്ടി അയച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനോട് അഭിപ്രായം തേടിയിരുന്നു എന്നാണ് ജയറാം രമേശ് വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുമായി കിരൺ റിജ്ജു ഫോണിൽ സംസാരിച്ചിരുന്നു. അതിന് പിന്നാലെ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് നൽകുകയും ചെയ്തു. 4 എംപിമാരുടെ ലിസ്റ്റാണ് ഇതിൽ കോൺഗ്രസ് നൽകിയത്. അതിൽ പ്രധാനമായും അതായത് ഈ പറഞ്ഞ ആനന്ദ് ശർമ്മ, അതോടൊപ്പം തന്നെ ഗൌരവ് ഗൊഗോയ്, ഒപ്പം രാജാബ്രാർ, ഒപ്പം സയ്യിദ് നസീർ ഹുസൈൻ അടക്കം ഈ 4 പേരുകളുടെ പട്ടികയാണ് കോൺഗ്രസ് നൽകിയത്. അതിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല. ശശി തരൂർ ഒഴിവാക്കിയാണ് കോൺഗ്രസ് ഈ പട്ടിക നൽകിയത് എന്നാണ് പ്രധാനപ്പെട്ട ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. എന്താണെങ്കിലും നേരത്തെ സുജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധിയായി തന്നെയാണ് ഇപ്പോൾ ശശി തരൂരിനെ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രത്യേകിച്ച് കോൺഗ്രസുമായി രസത്തിലല്ല തരൂർ പോകുന്നത് എന്നും ഈ ഘട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടതാണ്. ആ പശ്ചാത്തലത്തിൽ തരൂരിനെ കോൺഗ്രസ് മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് എന്ന് വേണം നമുക്ക് ഈ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ലോകരാജ്യങ്ങളുമായി ഇത്രയധികം ബന്ധമുള്ള ഒരു നേതാവ്, അത്തരത്തിൽ യുഎനിലടക്കം പ്രവർത്തിച്ച് പരിചയമുള്ള നേതാവ് എന്ന തരത്തിൽ ആ കൂടിയാണ് തരൂരിനെ കോൺഗ്രസ് എന്താണെങ്കിലും നേരത്തെ ഈ ലിസ്റ്റ് നോക്കുമ്പോൾ കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ടാണ്, അതും വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു UPA കാലത്ത് എന്നതുകൂടി മറന്നുപോയോ? കാരണം UN-ലുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയം, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ശശി തരൂരിന്റെ ഒരു അക്സെപ്റ്റൻസ് ഒരു നോൺ ഫിഗറാണ്. കോൺഗ്രസിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൽ ആകെയുള്ള നേതാക്കളിൽ ഏറ്റവും കൂടുതൽ ലോകരാജ്യങ്ങളിൽ, അതിപ്പോൾ US-ലേക്ക് പോയാലും UK-യിലേക്ക് പോയാലും മറ്റേത് രാജ്യത്തേക്ക് പോയാലും ശശി തരൂർ, ദാറ്റ് നെയിം ഈസ് ഇനഫ്. അത് കോൺഗ്രസിന് മനസ്സിലാകാഞ്ഞിട്ടാണോ നോബൽ? പുതിയ അങ്ങനെ ഒരിക്കലും കരുതാൻ കഴിയില്ല. കാരണം കോൺഗ്രസും ശശി തരൂരും തമ്മിലുള്ള കഴിഞ്ഞ കുറെ നാളുകളിലായുള്ള വലിയ തരത്തിലുള്ള അകൽച്ചയുണ്ട്. ആ അകൽച്ചയുടെ ഒരു പ്രതിഫലനം മാത്രമാണ് ഈ പട്ടികയിൽ നമുക്ക് കാണാൻ കഴിയുക എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. കോൺഗ്രസ് മനഃപൂർവ്വം തരൂരിനെ ഒഴിവാക്കിയെന്നായിരിക്കും ഇനിയിപ്പോൾ വരാൻ പോകുന്ന വിമർശനം. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം കോൺഗ്രസിന്റെ പൊട്ടിത്തെറി കോൺഗ്രസിൽ തന്നെ നമുക്ക് കോൺഗ്രസ് അങ്ങനെ ഒഴിവാക്കിയെങ്കിലും രാജ്യ താൽപര്യം മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ വെക്കാൻ ഏറ്റവും നല്ലയാൾ ശശി തരൂരാണ് എന്നതുകൊണ്ടായിരിക്കില്ലേ ശശി തരൂരിനെ ഒരു ടീമിന്റെ ലീഡറാക്കി തന്നെ മാറ്റിയത്? തീർച്ചയായും അത്തരത്തിൽ ശശി തരൂരിന്റെ ലോകരാജ്യങ്ങളുമായുള്ള ബന്ധമടക്കം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയായിരിക്കാം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തരൂരിനെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പട്ടിക അവർ എന്താണെങ്കിലും പുറത്തിറക്കിയത്. സ്വാഭാവികമായും ഇത് വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്കായിരിക്കും, പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് വലിയൊരു ആഭ്യന്തര കലഹത്തിലേക്ക് കൂടി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രവർത്തക സമിതി അംഗം കൂടിയാണ് ശശി തരൂർ, MP മാത്രമല്ല. അത്തരത്തിലുള്ള ഒരാളെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് കോൺഗ്രസ് ഒരു പട്ടിക കൊടുത്തതെന്ന ചോദ്യം എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ ഉയരാനുള്ള സാധ്യത, പ്രത്യേകിച്ച് തരൂരിന്റെ ഭാഗത്ത് നിന്ന് പോലും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. കാരണം കേന്ദ്ര സർക്കാരിന് ഇത്ര പ്രധാനപ്പെട്ട ഒരു നീക്കത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെ ഇതിൽ അംഗങ്ങളാക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഒരു നീക്കം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് കൊടുക്കേണ്ട ആദ്യ പേരുകളിൽ ഒന്ന് ശശി തരൂരിന്റേതായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച UN-ലെ പ്രവൃത്തി പരിചയം, ലോകരാജ്യങ്ങളുമായുള്ള ബന്ധം, നേതാക്കളുമായുള്ള ബന്ധം, അതോടൊപ്പം തന്നെ മറ്റ് ഘടകങ്ങൾ, പ്രാസംഗികർ, അത്തരത്തിൽ എല്ലാ കാര്യവും നോക്കുമ്പോൾ പക്ഷേ തരൂരിന്റെ പേരായിരിക്കണം കോൺഗ്രസ് ആദ്യം നൽകേണ്ടിയിരുന്ന പേരുകളിൽ ഒന്ന്. പക്ഷേ എന്താണെങ്കിലും കോൺഗ്രസ് അത് ചെയ്തിട്ടില്ല എന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ കാര്യമാണ്. സ്വാഭാവികമായും ഇത് കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറിക്കുക, പ്രത്യേകിച്ച് തരൂരിന്റെ കൂടുതൽ അതിർത്തികളിലേക്ക് പോകാനും ഒരുപക്ഷെ തരൂർ മറ്റ് പരസ്യ പ്രതികരണങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. ഇത് ലിസ്റ്റ് കൊടുക്കുന്നത് മാത്രമല്ല കോൺഗ്രസ് പരസ്യമായി തന്നെ കോൺഗ്രസ് അപ്പോൾ ആ ലിസ്റ്റിൽ ശശി തരൂർ ഉൾപ്പെട്ടിട്ടില്ല എന്നത് ചർച്ചയാകേണ്ട വിഷയം തന്നെയാണ്. എന്തുകൊണ്ട് തരൂരിനെ ഒഴിവാക്കി? രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വന്തം പാർട്ടിക്കുള്ളിലല്ലേ ശശി തരൂർ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ് അക്കാര്യമൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടേ? ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവിനെ, ലോകമറിയുന്ന ഒരു ഫിഗറിനെ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാമോ BJPക്ക് പൂർണ്ണമായും എന്നതും കോൺഗ്രസ് ആലോചിക്കേണ്ട കാര്യമാണ്. അതിന്മേലുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നോക്കാം.